ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 302. നമ്മൾ 60ാമത്തെ ഉപനിഷത്തായിട്ട് ശ്വേതാശതുപനിഷത്താണ് നോക്കുന്നത്. അതിൽ 5ാമത്തെ അധ്യായത്തിൽ 4ാമത്തെ അധ്യായത്തിൽ 6-7 മന്ത്രങ്ങളാണ്. ഇത് ജീവാത്മാവും പരമാത്മാവും എന്താണെന്നുള്ള ഒരു ആശയം വ്യക്തമാക്കി തരികയാണ്. എന്താണ് ജീവാത്മാവ്, എന്താണ് പരമാത്മാവ് എന്ന്. അപ്പം നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. മനുഷ്യ ശരീരത്തെ ഒരു ആൽവൃക്ഷത്തിന് സമാനമായിട്ട് കാണുകയാണ്. നമ്മുടെ ശരീരം ഒരു ആൽവൃക്ഷമാണെന്ന് വിചാരിച്ചോ. അതിൽ മിത്രരൂപത്തിൽ വസിക്കുന്ന 2 പക്ഷികളാണ് ജീവാത്മാവും പരമാത്മാവും. ആ ആൽമരത്തിൽ, നമ്മുടെ ശരീരമാകുന്ന ആൾമരത്തിൽ 2 പക്ഷികൾ മിത്രഭാവത്തിലുണ്ട്. അതാണ് ജീവാത്മാവും പരമാത്മാവും. ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ, അതെവിടെയാണ് താമസിക്കുന്നതെന്ന് വെച്ചാൽ ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ ഒരു പൊത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയം. വൃക്ഷത്തിൻ്റെ പൊത്തിലാണല്ലോ പക്ഷി ഉണ്ടാവുക. അതുപോലെ ഇവിടെ നമ്മുടെ ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ ഹൃദയമാകുന്ന മാളത്തിലാണ് ഇവ വസിക്കുന്നത്. അപ്പം ഹൃദയത്തിൽ എന്തുണ്ട്? ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. അതിൽ വസിച്ചുകൊണ്ട് സുഖദുഃഖമാകുന്ന വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ, ആ വൃക്ഷത്തിൻ്റെ ഫലങ്ങളാണ് സുഖവും ദുഃഖവും. വൃക്ഷത്തിന് ഫലം ഉണ്ടാവുമല്ലോ, അത് ഈ പക്ഷികൾ തിന്നു ജീവിക്കുകയാണ്. അതുപോലെ നമ്മുടെ ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ പൊത്തിൽ, ഹൃദയത്തിൽ വസിക്കുന്ന ജീവാത്മാവും പരമാത്മാവും ഉണ്ട്. അതിലെ ഫലങ്ങളാണ്, ശരീരത്തിൻ്റെ ഫലങ്ങളാണ് പാപവും പുണ്യവും കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ. അത് ഭക്ഷിക്കുന്നുണ്ട്. ആരാ ഭക്ഷിക്കുന്ന? അത് ഫലങ്ങൾ എങ്ങനെയുണ്ടാകുന്നത്? കർമ്മഫലത്തിൻ്റെ ഫലമായി, കർമ്മഫലമാകുന്ന, കർമ്മം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളാകുന്ന ആ ഫലങ്ങളാണ് സുഖവും ദുഃഖവും. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സുഖവും ദുഃഖവും ഉണ്ടാവും. അത് വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ പോലെയാണ്. അത് ഈ പക്ഷി ഭക്ഷിക്കുകയാണ്. പക്ഷേ ഏത് പക്ഷിയാണ് ഭക്ഷിക്കുന്നത്? ഇത് ജീവാത്മാവാകുന്ന പക്ഷി അത് സ്വാദോടെ ഭക്ഷിക്കുന്നു. അപ്പം ജീവാത്മാവാണ് സന്തോഷത്തോടു കൂടി അത് ആസ്വദിച്ച് ഭക്ഷിക്കുന്നത്. ഈശ്വരനാകുന്ന പക്ഷി രണ്ടാമത്തത്, അത് പരമാത്മാവാണ്. അത് ഫലം ഭക്ഷിക്കുന്നില്ല, കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം പരമാത്മാവാകുന്ന ഈശ്വരൻ ഭക്ഷിക്കുന്നില്ല, മറ്റേത് തിന്നു നോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ശരീരമാകുന്ന വൃക്ഷത്തിലെ സുഖദുഃഖങ്ങൾ ആകുന്ന ഫലങ്ങൾ പരമാത്മാവ് അനുഭവിക്കുന്നില്ല. അവ സാക്ഷിയായിട്ട് മാത്രം നിൽക്കുന്നു, അത് നോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം കാണുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ ഇത് ജീവാത്മാവ് ആസ്വദിച്ച് കഴിഞ്ഞിട്ട് എല്ലാം തിന്ന് സുഖിച്ച് വിശപ്പെല്ലാം അടങ്ങി പിന്നെ മടുപ്പ് വരുമ്പോൾ ജീവാത്മാവ് പ്രകൃതിയെ നിസ്സാരമായി കണ്ട് പിന്നെ അതിന് ഈ ഭൗതിക ലോകത്തിലുള്ള മടുപ്പ് വന്നിട്ട് അവയെ പരിത്യജിക്കുമ്പോൾ അവർ രണ്ടും ആനന്ദത്തോടെ വസിക്കുന്നു. അപ്പോഴാണ് ആ 2 ജീവാത്മാവും പരമാത്മാവും സന്തോഷത്തോടു കൂടി വസിക്കുന്നത്. അപ്പം ഈ ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റ്വെയറാണ്. ഒരു വീടിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്ലാനാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതും പ്ലാനാണ്. ഒരു പ്ലാൻ അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഒരു പ്ലാനാണ്. ആ പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അപ്പം സൃഷ്ടി നടത്തുന്നതിനെക്കാട്ടി മുമ്പിൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകം ഇങ്ങനെ 7ആയിട്ട് സൃഷ്ടിക്കണം. അതിൽ 49 മരുത്തുക്കൾ വേണം. ഓരോ മരുത്തിലുള്ള ഒന്നിലാണ് സൂര്യനും ഭൂമിയെല്ലാം ഉള്ളത്. അതിലിങ്ങനെ മനുഷ്യരെ സൃഷ്ടിക്കണം. എന്നിട്ട് ഭൂമിയിൽ
മനുഷ്യരിലൂടെ പുരോഗതി ഉണ്ടാക്കണം, കെട്ടിടങ്ങളെല്ലാം പണിഞ്ഞ് റോഡെല്ലാം പണിഞ്ഞ് ഇങ്ങനെ സുഖം ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ. ആ പ്ലാനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാം ആ പ്ലാൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് നടക്കുകയാണ് ചെയ്യുക. ഒരു വീടിന് പ്ലാൻ വരച്ചാൽ പിന്നെ ആ പ്ലാൻ അനുസരിച്ചാണ് വീട് ഉണ്ടാവുക. അല്ലാതെ അതിൽ നിന്ന് മാറ്റം വരുത്താൻ പാടില്ല. ആരെങ്കിലും തട്ടിപ്പ് കാണിക്കുക, പ്രകൃതിയുടെ കാര്യത്തിൽ തട്ടിപ്പൊന്നുമില്ല. ആ പ്ലാൻ അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ ഉണ്ടായിപ്പോകും. അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിൽ ഒരു ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ ആദ്യം ഒരു ബഡ്ജറ്റ് ഉണ്ടാകും. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ആ രാജ്യത്തിൽ കാര്യങ്ങളെല്ലാം ആ വർഷം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്ന, അത് പ്രകാരമാണ് അവിടുത്തെ കാര്യങ്ങൾ പിന്നെ പോവുക. അതുമാതിരി ഇപ്പം വീട്ടിൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ വീട്ടിൻ്റെ പ്ലാനിൽ എന്തെല്ലാം ഉണ്ട്? കെട്ടിടം കെട്ടുന്ന ഒരു പ്ലാനുണ്ട്. അതാണ് മേസ്ത്രി എല്ലാം ചെയ്യുന്നത്. പിന്നെ മരം കൊണ്ടുണ്ടാക്കേണ്ട കുറേ പ്ലാനുണ്ട്. അതാണ് മരപ്പണി ഏറ്റെടുക്കുന്ന കാർപ്പൻ്റർ എല്ലാം ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റിൻ്റെ ഒരു പ്ലാനുണ്ട്. അത് നോക്കിയിട്ടാണ് വയറിംഗ് എല്ലാം ചെയ്യുക. അപ്പം ഇങ്ങനെ പ്ലാന് വ്യത്യസ്തമാണ്. ഇതെല്ലാം കൂടിയതാണ് ആ വലിയ പ്ലാന്. ബാക്കിയെല്ലാം സബ് പ്ലാനാണ്. ഇപ്പം കോടതിയിൽ തന്നെ ഒരു നിയമപുസ്തകം ഉണ്ട്, വലിയ നിയമപുസ്തകം, എല്ലാം കൂടിയിട്ട് സിവിലും ക്രിമിനലും എല്ലാം കൂടിയിട്ടുള്ള ഒരു നിയമപുസ്തകം. പക്ഷെ എല്ലാ പുസ്തകവും കൊണ്ടൊന്നും നടക്കില്ല. ഉദാഹരണമായിട്ട് ഒരു വീടിൻ്റെ പ്ലാനാണെങ്കിൽ മേസ്ത്രി ആ കല്ലും കൊണ്ടുള്ള പരിപാടികളുള്ള കെട്ടിടത്തിൻ്റെ ആ പ്ലാനേ അയാൾക്ക് വേണ്ടു. പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് അതിൻ്റെ വയറിംഗ് ഡയഗ്രമാണ് വേണ്ടത്. അതെല്ലാം സബ് പ്ലാനാണ്. അതിനാണ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അതിന് ജീവാത്മാവ് എന്ന് പറയും. നമ്മളെ കാര്യത്തിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിന് ജീവാത്മാവ്, സബ് പ്ലാൻ, ജീവാത്മാവ് എന്ന് പറയും. അപ്പോൾ ഒരു കോടതിയിൽ ക്രിമിനലും സിവിലും എല്ലാം ഉള്ളൊരു പുസ്തകം ഉണ്ടെങ്കിൽ അത് നിയമപുസ്തകം. അതിൽ ക്രിമിനൽ വേറെ, സിവിൽ വേറെ, ഇങ്ങനെ സബ് ബുക്കുകളുണ്ടാകും. അതതിൻ്റെ സബ് പ്ലാനാണ്. ഇപ്പം വലിയ പുസ്തകമൊന്നും ആരും എടുത്ത് നടക്കില്ല. കോടതിയിൽ അത് എവിടെയെങ്കിലും അങ്ങനെ വെക്കും. അതായത് പരമാത്മാവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്ലാനാണ്. അതിൽ നമ്മളെ കാര്യവും ഉണ്ടാവും. അപ്പോൾ സിവിൽ കേസുകൾ നടക്കുന്നിടത്താണെങ്കിൽ ആ സിവിൽ ഭാഗം വരുന്ന പുസ്തകം വേറെ തന്നെ ഉണ്ടാവും. അതനുസരിച്ച് ആ കോടതിയിൽ കാര്യങ്ങൾ നടക്കുക. ക്രിമിനൽ നടക്കുന്നിടത്ത് ക്രിമിനൽ നിയമം അനുസരിച്ചാണ് നടക്കുക. അതുപോലെ പ്രപഞ്ചം മുഴുവനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതാണ് പരമാത്മാവ്. അത് നമ്മളെ ഹൃദയത്തിലുണ്ട്, പരമാത്മാവ്. അതാണ് ഈശ്വരൻ. യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്ന് പറയുന്ന പ്ലാനാണ്. അപ്പം അത് നമ്മളെ ഹൃദയത്തിലുണ്ട്. പക്ഷെ അത് ഒന്നിലും തലയിടുകയൊന്നുമില്ല. കാരണം അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എല്ലാം അടങ്ങിയ ക്രിമിനൽ ബുക്ക് എന്ന് പറയുന്ന, അല്ല, നിയമപുസ്തകം എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ വെക്കുകയുള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് ഓരോന്നിനും ആവശ്യമുള്ളത് മാത്രമേ എടുക്കൂ. അതുമാതിരി പ്രപഞ്ചം മുഴുവൻ എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനുണ്ട്. അതിൽ കുറച്ച് പ്ലാൻ എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. അപ്പം കുറച്ച് പ്ലാനുകൾ ഈ ലോകത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെല്ലാം എന്നെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. അപ്പം എനിക്കായിരിക്കും ചിലപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കുറച്ച് റോഡ് വൃത്തിയാക്കേണ്ട ജോലി. അതുമാത്രമല്ല വേറെ എവിടെയെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും. അപ്പം ഞാൻ ചെയ്യേണ്ട മാത്രം ഭാഗം എടുക്കുന്നതാണ് എൻ്റെ ജീവാത്മാവ്, ആ പ്ലാൻ. അതായത് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഞാൻ ഏതെല്ലാം കാലത്ത് എന്തെല്ലാം ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന പ്ലാനിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അതും എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ ജീവാത്മാവെന്ന പ്ലാൻ അനുസരിച്ചാണ് എനിക്ക് ജീവൻ വെക്കുന്നതും ഞാൻ പ്രമോദ് എന്ന നിലയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നതും. എന്നിട്ട് എൻ്റെ മനസ്സിൽ ഈ പ്ലാൻ അനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും ഞാൻ അതിൻ്റെ പിന്നാലെ ഓടി നടക്കുകയും ചെയ്യും.
അപ്പം അതിൽ ചിലപ്പോൾ സുഖവും കിട്ടും, ചിലപ്പോൾ ദുഃഖവും കിട്ടും. അപ്പോൾ എൻ്റെ കർമ്മങ്ങളിൽ അടങ്ങിയ ആ ഒരു ഭാഗത്തിന് പ്ലാനിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫലങ്ങൾ ഞാൻ ഈ ജീവാത്മാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മം ചെയ്യും, അതിനനുസരിച്ച് കർമ്മം ചെയ്യുമ്പോൾ സുഖവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. ആ കർമ്മത്തിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുകയും ചെയ്യും. പക്ഷേ പരമാത്മാവെന്ന ആ വലിയ പ്രപഞ്ചത്തിൻ്റെ പ്ലാന് അത് ഹൃദയത്തിൽ അങ്ങനെ നോക്കിയിരുന്നാൽ മതി. ഇത് ചെയ്യുന്നത് ആ പ്ലാൻ അനുസരിച്ചേ ചെയ്യുള്ളൂ, അതിന് അല്പം പോലും മാറില്ല. അപ്പോൾ ആ പ്ലാൻ, പ്രപഞ്ചത്തിൻ്റെ പ്ലാനാകുന്ന പരമാത്മാവ് അവിടെ നോക്കിയിരിക്കും. പ്രമോദൻ്റെ ജോലിയെല്ലാം തന്നെയാണോ ചെയ്യുന്നത് നോക്കേണ്ട ആവശ്യമുള്ളൂ, അതിനനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് അടുത്തിരിക്കുന്നതെന്നല്ലാതെ ഇതിൽ തലയിടുന്നില്ല. അപ്പം ഈ ജീവാത്മാവ് അതിൻ്റെ കർമ്മങ്ങളെല്ലാം തീർന്ന് കഴിയുമ്പോൾ സ്വസ്ഥമാകും. അപ്പോഴാണ് ഭൗതിക ലോകമായിട്ടുള്ള കാര്യങ്ങൾ മറക്കി അവന് വിരക്തി വരികയും ആ അവസരത്തിൽ ഈ ജീവാത്മാവും പരമാത്മാവും ചേർന്ന് നിന്നുകൊണ്ട് എന്ത് ചെയ്യും? ആനന്ദം അനുഭവിക്കും. അതാണ് ബ്രഹ്മസാക്ഷാത്കാരം. ഇനി 7 എന്താണ് പറയുന്നത് നോക്കാം. ഈ ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ ഹൃദയമാകുന്ന ഗുഹയിൽ വസിക്കുന്ന ജീവാത്മാവ് തൻ്റെ കൂടെയുള്ള പരമാത്മാവിനെ ശ്രദ്ധിക്കാതെ ശരീരത്തിൽ ആസന്നമായ മോഹങ്ങളിൽ, ശരീരത്തിന് വന്നു ചേരുന്ന മോഹങ്ങൾ, അത് നേടാൻ കണ്ണും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ശരീരത്തിൽ ഓരോന്ന് ചെയ്യണമെന്നെല്ലാം തോന്നും, ആസക്തി ഉണ്ടാകും. ആസക്തികളിൽ ആസക്തനായിട്ട് മോഹങ്ങളിൽ അകപ്പെട്ടിട്ട് ഭോഗങ്ങളിൽ മുഴുകിയിട്ട് നാനാപ്രകാരത്തിലുള്ള ദുഃഖങ്ങളെ അനുഭവിച്ചു കഴിയുന്നു. നമ്മളെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ എപ്പോഴും എന്തായിരിക്കും? ദുരിതമേ ഉണ്ടാവും, കഷ്ടപ്പാടേ ഉണ്ടാവും. അപ്പോൾ അത് എന്തിനു നോക്കുന്നില്ല? അകത്തുള്ള പരമാത്മാവിനെ നോക്കുന്നില്ല. അതിനെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാനെന്ന ചിന്ത വയ്ക്കുമ്പോൾ തന്നെ പിന്നെ കണ്ണും മൂക്കും എല്ലാം പറയുന്നതനുസരിച്ച് നമ്മൾ പുറത്തെ ലോകവുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. അകത്തുള്ള ആ പരമാത്മാവിനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ വികാരത്തിൻ്റെ അനുസരിച്ച് ഓടി നടക്കുകയാണ്. എപ്പോഴെങ്കിലും ഭഗവാന്റെ ദയ ഉണ്ടാകുമ്പോൾ, എന്നാൽ ആ ഈശ്വരന്, ആ പരമാത്മാവിന് തോന്നുകയാണ് അതാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പ്ലാൻ അനുസരിച്ച്, പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ പുരോഗതിയിൽ എന്തോ ഒരു ചെറിയ ജോലി ചെയ്യാൻ, ആ ജോലി തീരുമ്പോൾ പരമാത്മാവിന് എന്ത് തോന്നും? ആ ഇവൻ എൻ്റെ ജോലിയെല്ലാം ചെയ്തു തീർത്തു, ഇനി പോട്ട്, കഷ്ടപ്പെടുത്തണ്ട. എന്നിട്ട് കൃപ തോന്നുമ്പോൾ, ഭഗവാന്റെ ദയ ഉണ്ടാകുമ്പോൾ അവൻ തന്നോടൊപ്പം കഴിയുന്ന മറ്റേ പക്ഷിയെ, അതായത് പരമാത്മാവിനാകുന്ന ഭഗവാനെ തിരിച്ചറിയുന്നു. അപ്പോൾ ആ പരമാത്മാവിന് കൃപ തോന്നുമ്പോഴേ തന്നെ തിരിച്ചറിയാൻ ജീവാത്മാവിനെന്ന പക്ഷിക്ക് കഴിയുകയുള്ളൂ. കാരണം അതുവരെ അവൻ്റെ ജോലിയിൽ അവന് ജോലി ബാക്കിയുണ്ടെങ്കിൽ ഒരാഗ്രഹം ഉണ്ട്, അതിൻ്റെ പിന്നാലെ ഓടി നടക്കും. ജോലിയെല്ലാം തീരുമ്പോൾ തീർന്നോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? പരമാത്മാവാണ്. ഇവൻ എത്ര വയസ്സ് വരെ ജീവിക്കണമെന്ന് ജീവിച്ചാൽ അതിൻ്റെ മുമ്പിൽ തന്നെ ചിലപ്പം ജോലി തീർന്നേക്കാം. അപ്പം വിചാരിക്കാം പോട്ടെ, ഇനി ഇവൻ റെസ്റ്റ് എടുത്തോട്ട്. അപ്പോൾ വിരക്തി ഉണ്ടാകും. അപ്പോൾ പിന്നെ അവൻ പരമാത്മാവിനെ തിരഞ്ഞ് അതോടുകൂടി ചേരും. അങ്ങനെ അവൻ ഈ ലോകമെല്ലാമായി മാറിയ ആ പരമാത്മാവിനെ തിരിച്ചറിയും. അപ്പോഴാണ് അവന് മനസ്സിലാകുന്ന ഈ പരമാത്മാവ് തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പ്ലാനാണ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ അതിലെ ഞാൻ ചെയ്യേണ്ട ഒരു ചെറിയ പ്ലാനാണ്. അപ്പോൾ ഈ പ്ലാന് പരമാത്മാവിൻ്റെ തന്നെ ഒരു അംശമാണ്. ആ പരമാത്മാവിൻ്റെ ഒരു അംശം കൊണ്ടാണ് വേറെ ആളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം എല്ലാ പരമാത്മാവാണ് എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നത്. എന്നെ കൊണ്ട്, ശത്രുവിനെ കൊണ്ടും മറ്റവനെ കൊണ്ടും എല്ലാം ചെയ്യിപ്പിക്കുന്നത് ആ പരമാത്മാവാണ്.
ഞാൻ പറഞ്ഞു കോടതിയിൽ എല്ലാം കൂടി ഒരു നിയമപുസ്തകമുണ്ട്. അതിൽ സിവിൽ കേസ് നടക്കുന്ന കോടതിയിൽ ആ പുസ്തകം മാത്രം എടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ നടക്കും. ക്രിമിനൽ കേസ് നടക്കുന്നിടത്ത് ആ ഭാഗം, പ്ലാനിൻ്റെ ആ ഭാഗം മാത്രം എടുത്തിട്ട് അവിടെ വാദിക്കും. ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? പരമാത്മാവാണ്, അല്ലെങ്കിൽ ആ മാസ്റ്റർ ബുക്കാണ്. അതുപോലെ പരമാത്മാവിൻ്റെ ഒരു ജോലിയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും, പരമാത്മാവിൻ്റെ ബാക്കി വേറെ ആൾ ചെയ്യേണ്ട ജോലി അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള സത്യം അപ്പോൾ അവന് മനസ്സിലാകുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയാൽ ആ ശക്തി തന്നെയാണ് ഭിന്നമായ രീതിയിൽ പലതായി മാറി വന്നത് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാം, സത്യം തിരിച്ചറിയും. അപ്പോൾ അദ്ദേഹം തിരിച്ചറിയും, ഞാനായിട്ട് വന്നതും ആ പരമാത്മാവാണ്, മറ്റേ അടുത്തിരിക്കുന്ന മുസ്ലിമും ഹിന്ദു ക്രിസ്ത്യാനി എല്ലാം വന്നിരിക്കുന്ന ആ പരമാത്മാവാണെന്ന സത്യം അവൻ തിരിച്ചറിയും. അതോടുകൂടി അവൻ്റെ ശോകങ്ങളെല്ലാം ഇല്ലാതാകും. കാരണം എല്ലാം ബ്രഹ്മമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്താ ശോകം? അതാണ് 7 കൂടി പറയുന്നത്.